നിത്യജീവന്റെ പ്രത്യാശ. യോഹന്നാൻ 14:2-3 വാക്യങ്ങൾ. എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ പല വാസസ്ഥലങ്ങളുമുണ്ട്. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഓരോ മനുഷ്യഹൃദയവും ഈ ജീവിതത്തിന് അപ്പുറം എന്തോ ഉണ്ടെന്ന് ആഗ്രഹം ഉള്ളവരാണ്. നമ്മൾ അറിയുന്നു, ഈ ലോകം എല്ലാമല്ല. ബൈബിൾ പറയുന്നു, നിത്യത്തിൻ്റെ ചിന്ത അവൻ്റെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ വാക്കുകൾ എത്രയും ശക്തമായിരിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ പല വാസസ്ഥലങ്ങളും ഉണ്ട്. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ശിലുവയിലേക്ക് മുമ്പുള്ള രാത്രി യേശു തൻ്റെ ശിഷ്യന്മാരോട് ഈ വാക്കുകൾ പറഞ്ഞു. അവരുടെ ഹൃദയം കലങ്ങിയിരുന്നു. അവർ യേശുവിനെ നഷ്ടപ്പെടുമെന്ന ഭയത്തിലായിരുന്നു. ആ ഭയത്തിനിടയിൽ യേശു അവർക്ക് പ്രത്യാശ നൽകി. സ്വർഗം സത്യമാണ്. നമ്മുടെ പരീക്ഷണങ്ങൾ താൽക്കാലികമാണ്. അവൻ വീണ്ടും വരും. 1. സ്വർഗം വെറും ആശയം അല്ല, യഥാർത്ഥ വാഗ്ദാനം. യേശു സ്വർഗത്തെ സ്വപ്നമായോ ധാരണയായോ വിചാരിച്ചില്ല. അവൻ അതിനെ തൻ്റെ പിതാവിൻ്റെ വീടായി വിളിച്ചു. അവൻ ഉറപ്പോടെ പറഞ്ഞു, അവിടെ പല വാസസ്ഥലങ്ങളുമുണ്ട്. ഞാൻ നിങ്ങൾക്കായി ഒരുക്കുവാൻ പോകുന്നു. അതായത് സ്വർഗം തയ്യാറാക്കിയ ജനങ്ങൾക്ക് തയ്യാറാക്കിയ സ്ഥലം തന്നെയാണ്. അത് വെറും ആശ്വാസം നൽകാനുള്ള കാര്യമല്ല. അത് യേശു ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വന്ന യഥാർത്ഥ വാഗ്ദാനമാണ്. രോഗികളെ സൗഖ്യമാക്കി, കടലിന്മേൽ നടന്നു, കൊടുങ്കാറ്റ് ശാന്തമാക്കി, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു തന്നെയാണ് സ്വർഗം യഥാർത്ഥമാണെന്ന് ഉറപ്പു നൽകുന്നത്. അവൻ പറയുന്നു എങ്കിൽ അത് തീർച്ചയായും സത്യമാണ്. 2. പരീക്ഷണങ്ങൾ താൽക്കാലികം, പ്രത്യാശ നിത്യമാണ്. ഈ ലോകം കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. രോഗം, ഹൃദയവേദന, സാമ്പത്തിക ബുദ്ധിമുട്ട്, ദുഃഖം, നിരാശകൾ. പലപ്പോഴും നമ്മുടെ ഭാരങ്ങൾ ഒരിക്കലും മാറില്ലെന്ന് തോന്നും. പക്ഷേ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഈ ജീവിതം ആരംഭം മാത്രമാണ്, അവസാനമല്ല. നമ്മുടെ ഇപ്പോഴത്തെ കഷ്ടതകൾ നമ്മിൽ വെളിപ്പെടുവാൻ ഇരിക്കുന്ന മഹത്വത്തോട് താരതമ്യം ചെയ്യുവാൻ തക്കതല്ല. വെളിപ്പാട് 21:4 പറയുന്നു, ഇനി മരണമില്ല, വിലാപമില്ല, കരച്ചിലില്ല, വേദനയില്ല. അതാണ് നമ്മുടെ പ്രത്യാശ. കണ്ണീർ താൽക്കാലികമെങ്കിലും സന്തോഷം നിത്യമായിരിക്കും അവൻ്റെ സന്നിധിയിൽ. 3. യേശു തൻ്റെ ജനങ്ങൾക്ക് വീണ്ടും വരും. സ്വർഗത്തെക്കുറിച്ചുള്ള വാഗ്ദാനം ഇനിയും മധുരം നിറഞ്ഞതാകുന്നത് ഇതുകൊണ്ടാണ്. യേശു വെറും സ്ഥലം ഒരുക്കുന്നില്ല, അവൻ നമ്മെ കൊണ്ടുപോകുവാൻ വീണ്ടും വരും. യോഹന്നാൻ 14:3 അവൻ പറയുന്നു, ഞാൻ വീണ്ടും വരും, നിങ്ങളെ എൻ്റെ അടുക്കൽ കൊണ്ടുപോകും. ഇത് വ്യക്തിപരമാണ്. നിങ്ങൾ വഴിയെ കണ്ടെത്തും എന്ന് അവൻ പറഞ്ഞിട്ടില്ല. പകരം ഞാൻ വരും എന്നാണ് അവൻ പറഞ്ഞത്. ക്രൂശിൽ ജീവൻ നൽകിയ രക്ഷകൻ മഹത്വത്തോടെ വീണ്ടും വരും. തൻ്റെ ജനങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് തീർച്ചയായും സംഭവിക്കും. 4. ക്രിസ്തുവിനെ പിന്തുടരാനുള്ള ക്ഷണം. പക്ഷേ ചോദ്യം ഇതാണ്, ഈ വാഗ്ദാനം നിനക്കുണ്ടോ? സ്വർഗം എല്ലാവർക്കും സ്വതവേ ലഭിക്കുന്നതല്ല. യേശു പറയുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും. എൻ്റെ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരികയില്ല. അതായത് നിത്യജീവിതത്തിലേക്കുള്ള വഴി മതത്തിലൂടെയോ നല്ല പ്രവൃത്തികളിലൂടെയോ അല്ല, അത് യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിലൂടെയാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്കായി മരിച്ചിരിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, മരണത്തെ ജയിച്ചു. ഇപ്പോൾ അവൻ നിത്യജീവിതം സമ്മാനമായി നൽകുന്നു. വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവർക്ക്, നീ ഇന്നുവരെ അവനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്നാണ് ഏറ്റവും നല്ല ദിവസം. ഇങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവായ യേശുവേ, നീ എൻ്റെ പാപങ്ങൾക്കായി മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ക്ഷമിക്കണമേ, രക്ഷിക്കണമേ, നിനക്കൊപ്പം നടക്കാൻ എന്നെ സഹായിക്കണമേ. നീ ഒരുക്കിയ സ്ഥലത്തേക്ക് എന്നെയും കൊണ്ടുപോകണമേ. ആമീൻ.
നിത്യജീവന്റെ പ്രത്യാശയാണ് സുവിശേഷത്തിലെ മഹത്തായ വരങ്ങൾ. സ്വർഗം യഥാർത്ഥമാണ്, പരീക്ഷണങ്ങൾ താൽക്കാലികമാണ്, യേശു വീണ്ടും വരും. അവനെ പിന്തുടരാനുള്ള ക്ഷണം എല്ലാവർക്കും തുറന്നിരിക്കുന്നു. അതിനാൽ ഇന്ന് നീ എന്ത് നേരിടുന്നുവെങ്കിലും ഓർക്കുക, ഈ ലോകം നിന്റെ അന്തിമ വീടല്ല. പിതാവിൻ്റെ വീട്ടിൽ നിനക്കായി ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു. ക്രിസ്തുവിനോടൊപ്പം നടന്ന് അവൻ്റെ വാഗ്ദാനം പിടിച്ചു വിശ്വാസം കാഴ്ചയായി തീരുന്ന ദിവസത്തേക്ക് മുന്നേറുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.